എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ ടിക്ക മസാല തയ്യാറാക്കിയാലോ. ഇതിനു മുമ്പ് തന്നെ ഞാൻ ചിക്കൻ ടിക്കയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് ചിക്കൻ ടിക്ക മസാല ഈസി ആയിട്ട് തന്നെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ടിക്ക മസാല തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള ഒരു അളവിൽ മുളക് പൊടി ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയുടെ അളവൊന്നും കൂടിപ്പോരുത് കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല ഞാനൊരു 1/2 ടീസ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ് കേട്ടോ. കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാലയാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കൊരളവിൽ വേണ്ട. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ചതച്ചെടുക്കാം. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് തന്നെ ഇതിൽ മിക്സ് ആയിട്ട് തന്നെ വരിക കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടിയും ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ആണെന്നുണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ തന്നെ മതി. ഇനി എല്ലാം കൂടി നമുക്ക് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ സമയം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ കഷ്ണങ്ങളിലൊക്കെ മസാല നന്നായിട്ട് തന്നെ പിടിച്ചു വരും. അപ്പോൾ സമയമില്ലാന്നുണ്ടെങ്കിൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ. അപ്പോൾ തന്നെയായിരിക്കും നന്നായിട്ട് വരുള്ളൂ. ഇതിപ്പോൾ ചെറിയ ചിക്കൻ കഷ്ണങ്ങളല്ലേ. അപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റൊക്കെ മിക്സ് ചെയ്ത് വെക്കാം. രാത്രി ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം റെഡിയാക്കി എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നിങ്ങൾ തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് അളവിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ നാരങ്ങനീരിൻ്റെ അളവും കൂടി പോരുത്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് സമയം ഫ്രിഡ്ജിലൊന്ന് എടുത്ത് വെക്കുകയാണ്. അതിന് ശേഷമാണ് പിന്നെ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണത് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇനി ബട്ടർ നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ ഒരുപാട് അളവിൽ എണ്ണ അല്ലെങ്കിൽ ബട്ടറൊന്നും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഷാലോ ഫ്രൈ തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ആവശ്യമുള്ളൂ. ഡീപ് ഫ്രൈ സാധാരണ രീതിയിൽ ചെയ്തെടുക്കാറില്ല. ഇപ്പോൾ കണ്ടില്ലേ, ബട്ടർ നന്നായിട്ട് തന്നെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായത് കൂടുതൽ അളവിൽ നിങ്ങൾ എടുത്തുന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് തന്നെ ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം പുറത്തോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി ഒരു ഭാഗം ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ ഒരു ഭാഗം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ കഷ്ണങ്ങൾ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ജ്യൂസി ആയിട്ടുള്ള രീതിയിലുള്ളൊരു ചിക്കനാണ് നമുക്ക് ഈ ചിക്കൻ ടിക്ക മസാലയ്ക്കൊക്കെ ആവശ്യം. കണ്ടില്ലേ, ഇതിപ്പോൾ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വരട്ടെ കേട്ടോ. ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ആയ കാരണം ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് കുക്കായിട്ട് വരാൻ. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. പിന്നെ ഇതുപോലെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ആകുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കണത്. ഒരുപാട് ഓവറായിട്ട് ഫ്രൈ ആയിട്ടൊന്നും വന്നിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കോരി മാറ്റാം. കണ്ടില്ലേ, എല്ലാം ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഓവറായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ ചിക്കൻ കഷ്ണം കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിരിക്കണത്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് സവോള ഇതുപോലെ നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വലിയ സവോളയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള സവോളയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം ഉപയോഗിക്കാം കേട്ടോ. അതിനുശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക.
ഞാനിപ്പോ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പൊ ചിക്കൻ ടിക്ക മസാലയാകുമ്പോൾ ഒരുപാട് ക്രീമി ആയിട്ടുള്ള ഒരു ഗ്രേവി നമുക്ക് ആവശ്യമില്ല. അപ്പൊ അത് കാരണമാണ് ഞാൻ ഈ സവാളയൊക്കെ ഇതുപോലെ ചെറുതാക്കി മുറിച്ച് ഇടണത്. ഇപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ സാധാരണ സവാളയും എല്ലാം കൂടി അരച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി ഈ സവാളയും ഇഞ്ചി വെളുത്തുള്ളി ഈ ചതച്ചെടുത്തതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴന്ന് വരട്ടെ. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി വരണം. അതോടൊപ്പം സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് വരണം. ഈ ഒരു രീതിയിൽ കേട്ടോ. ഇത് മതി. ഇനിയിപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ 2 മീഡിയം സൈസിലുള്ള തക്കാളി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ ഉപയോഗിക്കാം കേട്ടോ. അധികം പുളിയില്ലാത്ത തക്കാളി ആയിരിക്കും ഇതിന് നല്ലത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് കുക്കായിട്ട് വരട്ടെ. അപ്പോൾ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം പിന്നെ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. അതുവരെ തന്നെ നമ്മൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ് കേട്ടോ. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള ഒരളവിൽ മുളക് പൊടി. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മുളക് പൊടിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പൊടികളുടെ പച്ചമണം നന്നായിട്ട് തന്നെ മാറി വരണം. കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഒരളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിപ്പോൾ ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴായിരിക്കും ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി ഇത് റെഡി ആയിട്ട് വരിക. കണ്ടില്ലേ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മതി. ഈ ഒരു തക്കാളിയും സവോളയൊക്കെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരണം കേട്ടോ. അപ്പോൾ തന്നെയായിരിക്കും കറി ടേസ്റ്റി ആയിട്ട് വരിക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പോളം അളവിൽ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ആദ്യം ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണമല്ലോ. അപ്പോൾ തന്നെയായിരിക്കും കറി ടേസ്റ്റി ആയിട്ട് വരിക. ഇനി ഈ ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഒരളവിൽ ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ചൊന്ന് ചെറുതായിട്ടൊന്നിനി കുറുകി വരണം. അപ്പോൾ തന്നെയായിരിക്കും ഈ ഒരു കറി കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം അളവിൽ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീമിന് പകരം കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ആയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഫ്രഷ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഗ്രേവി കുറച്ചൊന്ന് തിക്കായിട്ട് വന്നതിന് ശേഷം മാത്രം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് സമയം പിന്നെ നമ്മൾ ഈ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് പിന്നെയും തിളപ്പിച്ചെടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ തന്നെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കണ്ടില്ലേ ഇനി ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. അപ്പോൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീം നിങ്ങൾ ഒരുപാട് അളവിൽ ചേർത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചിലപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടി വരില്ല കേട്ടോ. അല്ലാതെ തന്നെ ആ ഒരു ടേസ്റ്റിലേക്ക് എത്തും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഈ ഒരു ഗ്രേവിയും ചിക്കൻ പീസസും നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വരണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഇനി ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണുണ്ട്. അപ്പോഴായിരിക്കും ഈ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് തന്നെ ഈ മസാലയൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ ഞാനിനിപ്പോൾ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഉലുവയുടെ ഉണങ്ങിയ ഇല 1 ടേബിൾ സ്പൂണോളം അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉലുവയുടെ ഇല ഈസി ആയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ.
അപ്പോൾ ആ ഇല ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണത്. നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ഒരു കുറച്ച് മല്ലിയില മുറിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മല്ലിയിലയൊക്കെ നിങ്ങൾക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷെ മല്ലിയിലയും അതുപോലെ ഉലുവയുടെ ഇലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടാട്ടെ ഇതിന്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലാസ്റ്റ് സ്റ്റേജിൽ തന്നെയാണ് നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക മസാല കണ്ടില്ലേ, റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ക്രീമി ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, അതുപോലെ നാനിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചിക്കൻ ടിക്ക മസാല ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയും ഞാൻ ഇതിനു മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അതുകൊണ്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും